നിങ്ങളെങ്കിലും ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എനിക്കൊന്നും കേക്കണ്ട. കൊച്ചു പറ, ഞങ്ങൾ കേട്ടോളാം. അല്ല, ഞാൻ കേട്ടോളാം. എന്റെ പേര് ആര്യ. ഓ, ഇത് വന്നപ്പോഴും ഇത് തന്നെയല്ലേ പറഞ്ഞത്. എന്റെ പൊന്നു കൊച്ച പേര് മാറ്റിട്ട് കാര്യത്തിലോട്ട് വാ. അതായത് എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു കാശ് കൊടുത്താൽ എനിക്ക് ചാൻസ് വാങ്ങിച്ചു തരാമെന്ന്. അപ്പോൾ ഞാൻ അവന് അച്ഛൻ്റെ അടിച്ചു മാറ്റി 25,000 രൂപ എടുത്ത് കൊടുത്തു. അവസാനം ചാൻസും ഇല്ല, പൈസയും ഇല്ല. അവന് വിളിച്ചിട്ട് ഫോണും കിട്ടുന്നില്ല. നന്നായി. ഈ ലോകത്ത് ഈ യുഗത്തിൽ തന്നെയാണോ ജീവിക്കുന്നത്? ആരെല്ലാം ചോദിച്ചാൽ അങ്ങനെ പൈസ എടുത്ത് കൊടുക്കുവോ? അതും പ്രത്യേകിച്ച് ഈ ഇൻഡസ്ട്രിയിലൊക്കെ എന്തുവാണോ താൻ ഈ കാണിക്കുന്നത്? ഞാൻ അങ്ങനെ പൈസ കൊടുക്കാനില്ലാണ്ട് എങ്ങനെ വീട്ടിലോട്ട് പോകുന്ന വിഷമിച്ചിരുന്നപ്പോഴാണ് റെസ്റ്റോറന്റ് വെച്ച് ഇവിടെ കണ്ടേ. ഹലോ, ഇതൊന്നും ഞങ്ങൾക്ക് അറിയണ്ട. ഇപ്പൊ പോലീസിനെ വിളിക്കാം, അല്ലെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിക്കോണം. ഞാൻ പോവില്ല. ഹലോ, നിന്റെ ഫ്രണ്ട് അല്ലേ? നീ എന്താ സൊല്യൂഷൻ കാണും? വീട്ടിൽ പൈസ പോയ അച്ഛനെ കൊന്നുകളയും. ഞാനെന്ത് സൊല്യൂഷനെ പിന്നെ കാണാൻ പറ്റില്ല. അതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പോകത്തില്ല. അല്ലെങ്കിൽ എന്നെ ഇവിടെ താമസിപ്പിക്കണം. അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ക്യാഷാ. ക്യാഷ് തരാനോ? നിനക്ക് പറ്റുകയാണെങ്കിൽ എന്തെങ്കിലും തലവിധി. ഞാൻ ഇവിടെ താമസിച്ചോളാം, കുഴപ്പമൊന്നുമില്ല. വേണ്ട. അത് ശരിയാവില്ല. അതെ, ഞാൻ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ദാ, 10,000 രൂപയുണ്ട്. ഇനിയെങ്കിലും ദയവ് ചെയ്ത് നിന്റെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഇങ്ങനെ മുഴുവൻ പൈസ എടുത്ത് കൊടുത്തിട്ടെ ഇങ്ങനെ തേപ്പ് ഇട്ട് നിൽക്കില്ല. പഠിക്കുന്ന ടൈമിൽ കാണിച്ച ബുദ്ധി ജീവിതത്തിൽ കാണിച്ചാൽ തന്നെ രക്ഷപ്പെട്ടേനെ. താങ്ക് യു ആന്റി. എന്തായാലും 10,000 റുപ്പീസ് എങ്കിലും ആയല്ലോ. ബാക്കി ഞാൻ ആരുടെയെങ്കിലും അറേഞ്ച് ചെയ്തോളാം. താങ്ക് യു സോ മച്ച്. ഞാൻ പോയിട്ട് വരാവേ. പോയിട്ട് വരണ്ട. ആ വഴി അങ്ങ് പോയിക്കോ. പിന്നെ നീ ഈ ഉപകാരം ഒന്നും ഓർത്ത് മനസ്സിന് വെച്ചേക്കണം കേട്ടോ. എല്ലാം മറന്നു കളഞ്ഞേക്ക്. ആദ്യം നീ എന്നെ മറക്കണം കേട്ടോ. പോയിട്ട് പിന്നെ ആരങ്ങോട്ട്. ഇനിയിപ്പൊ അത് ഓർമ്മ വെച്ചിട്ട് ഇനി എന്തെങ്കിലും എന്നെ എവിടെ വിളിച്ച് കണ്ടിട്ട് അവന്തി ഇതും വന്ന് എനിക്ക് പണിയാവത്തില്ലേ? എന്തുവാ ഇത്? നീ തന്നെയാണോ? ഞാനാണല്ലോ. എവിടെ പോയി? എനിക്ക് വിശ്വസിക്കാൻ പറ്റല്ലടി. നിനക്ക് ദാനശീലായിരുന്ന? അയ്യോ, ഹൗ സ്വീറ്റ്. ആ കൊച്ചിനൊരു സങ്കടം വന്നപ്പോ നീ 10,000 രൂപ നീ ആ കൊച്ചിന് എണ്ണി കൊടുത്തത്. എന്റെ അവന്തി, ഇതൊന്ന് പിച്ചിക്കേ. നടന്നു തന്നെ. ഇതൊക്കെ എന്ത്? ഈ ദാനശീലം എന്ന് പറയുന്നത് എനിക്ക് ജസ്റ്റ് ഒരു ഹോബി മാത്രമാണ്. ചെറുതിയത് ആദ്യം മനസ്സിലാക്കണം. പിന്നെ ചാരു, ഈ സ്വർണ്ണത്തിലേക്ക് ഇപ്പൊ എന്താ വില? അറിയില്ല. നിനക്കെന്തിനാ? ഇത് കൊടുത്ത് എത്ര രൂപ കിട്ടുമായിരിക്കും? നിന്റെ പുതിയതാ? പഴയതായിരിക്കും അല്ലേ? അവിടെ കൈ കിടന്നതാ. ഏതവള്? ഇപ്പൊ പോയ അവള് മീര, അവൾ ആര്യ. അവളുടെ കൈ കിടന്ന മോതിരോ? ഹലോ, അടിച്ചു മാറ്റിയപ്പോ അല്ലേ? അങ്ങനെയും പറയാം. ഇവിടെ സ്വഭാവമാണല്ലോ. നിന്നിത്രേ ഞാൻ വാഴ്ത്തിപ്പൊക്കിയത്. മാറ്റണ എന്ത് സ്വഭാവം നീ കാണിച്ചത്? ഒരാള് മോതിരം അടിച്ചു മാറ്റണ. പിന്നെ ഇവിടുന്ന് കയറി വന്ന പണ്ടപ്പോഴും മുടിത്തെറിച്ച ബന്ധം പറഞ്ഞിട്ട് വന്ന ഒരു പെണ്ണ് എന്റെ 10,000 രൂപ എടുത്ത് കൊടുക്കാൻ തല കൊണ്ട് വണ്ടി ഓടുന്ന ഞാൻ അത്ര പണക്കാരിയാണോ? എന്നാലും എടി നീ അവളെ ശ്രദ്ധിച്ചു നോക്കിയോ? അവിടെ കയ്യിൽ മോതിരം അത് എടുത്ത് മാറ്റിയല്ലോ. കയ്യിൽ ബ്രേസ്ലെറ്റ്, കഴുത്തിൽ 2 മാല. അങ്ങനെ അത്യാവശ്യം ക്യാഷ് ഉള്ള പെണ്ണ. അവള് അതൊന്നും കൊടുക്കാതെ പണ്ടെന്നോ കണ്ട ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞ അവൾ എന്റെ അടുത്ത് 10,000 രൂപ ചോദിച്ചാ അത് ഇവിടുത്തെ അത് മോശമായിപ്പോയി. മിണ്ടാന്നോട് മറന്നോണം കേട്ടല്ലോ. മാറ്റായിപ്പോയി. എടി ഇത് വിറ്റാ നമുക്ക് നിനക്കില്ല 10,000 എങ്കിൽ 10,000 ഒരു 2,000 കൂടെ കൂട്ടി വാങ്ങിക്കാൻ കിട്ടി. ഞാൻ കൂട്ടി വാങ്ങിക്കും. അല്ല പിന്നെ എന്റെ പൈസ ഇന്നോട് വിലയില്ലേ? ഇല്ലേന്ന് കേറങ്ങോട്ട്.